ഹൈ ഗൈസ്, അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം ലോങ് വ്ലോഗ് ആയിട്ട് വന്നേക്കാണ്. നമ്മളിങ്ങനെ ലോങ് വ്ലോഗ് എടുക്കാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷെ നമുക്ക് എടുക്കാൻ കഴിയാറില്ല. അടക്കാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു വൈഭവ് കൂട്ടാം, അങ്ങനെ അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ ഞാൻ മിനി വ്ലോഗ് ചെയ്തായിരുന്നു, അപ്പോൾ അതും ചെറുതായിട്ട് ഇപ്പോൾ നിന്നു പോയി. അപ്പോൾ എന്തായാലും ഒക്കെ ഇനി റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും കിട്ടില്ല വ്ലോഗും വീഡിയോസൊക്കെ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ പുതിയ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തായാലും നമ്മൾ കിട്ടില്ല വീഡിയോസായിട്ട് വരും. ഇനി മുന്നേ കണ്ടു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്തോളൂ, ലൈക്ക് അടിച്ചോളൂ. അതെല്ലാവരും ചെയ്തോളൂ. കാരണം നമ്മൾ കുറേ കാലമായി വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ സജഷൻ കാര്യമൊന്നും പോവില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് സജഷൻ കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇനി കമൻറ്റ് ചെയ്യുക, ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഇനി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കിട്ടില്ല വീഡിയോസ് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം. ഇനി ആൾക്കാർ നോക്കിയാലും നമ്മൾ കിട്ടില്ലായിട്ട് വ്ളോഗ് എടുക്കാനുള്ള റെഡിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാഴ്ചകൾ നാട്ടിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താ നാട്ടിൽ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്, അവിടെ തന്നെ ഒരു പാടം വൈബാണ്. അതുകൊണ്ട് തന്നെ നല്ല കിടിലം വൈബാണ് സ്ഥലം. അപ്പോൾ അതൊന്നും ഇന്ന് കാണിച്ചത് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലേ ഈ ഒരു വ്ളോഗ്. നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ പണ്ടോട്ട് ഇട്ടുള്ളതാണ്, ഇനി പുതിയ കാണുന്ന ആൾക്കാർക്ക്. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് ലാഗായി ലോങ് വീഡിയോ ഇട്ടുന്നതിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ലോങ് വ്ളോഗ് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഇനി കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കിടിലും വീഡിയോസ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി ഭയങ്കര വെച്ചപ്പെടും. 4 മണി 5 മണി സമയം. അപ്പോൾ എന്തായാലും നമ്മളൊരു ഇതേപോലത്തെ ഒരു പാക്കാണ്, ഒരു 200 സംഭവം. ഇത് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് സാധനം. അപ്പോൾ ഇതൊന്നും നമുക്ക് കഴിക്കാം. നാളെ കഴിച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് നമുക്ക് പോവാം. സംഭവം ഇതേപോലത്തെ കിടില നല്ല സൗണ്ട് ഞങ്ങൾ ചേട്ടാ. നല്ല കിടില സാധനമാണോ, നല്ല ക്രിസ്പിയുള്ള നല്ല സെറ്റപ്പ് സാധനം, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. 200 കാണണ്ട, അതുകൊണ്ട് ഞാനിത് കഴിക്കാറുണ്ട് വല്ലപ്പോഴും. ഇത് എണ്ണയൊക്കെ ഉള്ള സംഭവം അധികം കഴിക്കാറൊന്നുമില്ല. പിന്നെ ഈ നുറുക്കൊന്നും അധികം കഴിക്കാറില്ലടാ. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നല്ല 4 മണി 5 മണി കഴിയുമ്പോൾ വിശന്നപ്പോൾ ഒന്ന് കഴിക്കാട്ടാ. സംഭവം കുഴപ്പമില്ല, 20 രൂപ എടുത്ത് വാങ്ങിക്കാട്ടാ. അവസാനിപ്പിച്ചുള്ള കഴിച്ചു ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി കൂടുതൽ തിന്നാറില്ല. ഒരു ദിവസം കുറച്ചൊക്കെ നിന്ന് അവസാനിപ്പിച്ച് ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ കുളം കാഴ്ചകൾ ഒരു മിനിറ്റാ, കുളം കാഴ്ചകൾ പാടം ആ ഒരു വൈബ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കിട്ടില്ല വൈബാണ്. എന്തായാലും അവിടെ ഇന്നിപ്പോൾ ഒരു മഴക്കാർ വൈബായതുകൊണ്ട് എങ്ങനെ ഉണ്ടാവില്ല. അവിടെ പോയി സൺസെറ്റൊക്കെ സെറ്റായിട്ട് നമുക്ക് കാണാമല്ലോ. പക്ഷെ ഇന്നൊരു മഴക്കാർ സീനാക്കുന്നുണ്ട്. നമുക്ക് അവിടെ എന്തായാലും നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകളില്ല. കുളത്തിൻ്റെ അവിടെ സീനാണ് ആ ഒരു വൈബ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. നല്ല കിടില മഴ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു കവറും അതേപോലെ കൊടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നേട്ടാ. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പോണ വഴിയിൽ മഴ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ സീനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓരോ മുൻകരുതലോടെ നമ്മളൊരു വ്ളോഗ് എടുക്കാൻ ഇറങ്ങണത്. അപ്പോൾ നല്ല കിടില മഴ ഇടാം. നോക്കി അവിടേക്കൊക്കെ എൻ്റെ കൈ വരുന്നോണ്ട് കാണുമോയെന്ന് അറിയില്ല. അവിടെയൊക്കെ മഴക്കാരുണ്ട് കേട്ടോ, എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല കിടില മഴ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം, അവിടുത്തെ കാഴ്ചകൾ കാണിച്ചിട്ടാ. സൈക്കിൾ എടുത്ത് ഇറങ്ങാം കേട്ടോ. സൈക്കിളുമ്മയാണ് പോകുന്നത്. അവിടെ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മഴ കേട്ടോ, നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സൈക്കിൾ മുതൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും പോകുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെ കഴിച്ച് ഫൈനലി നമ്മൾ ആ പാടം കാര്യങ്ങളൊക്കെ എത്തിയിട്ടാ. നോക്കിയേ ഇത് വൈബ്. മഴ പെയ്തിട്ടുണ്ട്, ചെറിയ രീതിക്ക് മഴ പെയ്തില്ല, വലിയ കാര്യമില്ല. എന്നാലും നല്ല കിട്ടില്ല വൈബല്ലേ. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇനി കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ഇതാ പോണ എൻ്റെ ഒപ്പം വന്നു കേട്ടോ. അവൻ നല്ല അപ്പാവന്മാരുടെ അടിയായിട്ട് ഇറങ്ങി മെയിനായിട്ട് കേട്ടോ. അവൻ്റെ കുറച്ച് സൈക്കിൾ കുറച്ച് ലൈറ്റ് ഇറങ്ങിയാണ് കേട്ടോ. പെരുന്നാൾ വൈബായിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. ഇത് നല്ല കിട്ടിലും പാടം വൈബ് കേട്ടോ. ഇതിലിവിടെ സൺസെറ്റ് കാണുന്നില്ല. ഇന്നിപ്പോൾ നല്ല ക്ലൗഡി ആയതുകൊണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്നും ഇറങ്ങി നിന്നിട്ട് കുറച്ച് കാഴ്ചകളോട് ഞാൻ കാണിച്ചു തരാം. കാരണം നല്ല കിടിലം മഴയാണ് ഇപ്പോൾ. എന്താ വൈബായിട്ടില്ല അമ്മോ. ഞാൻ സിനിമാറ്റിക് വീഡിയോ ഒക്കെ കൊടുക്കട്ടെ, വെറുതെ രസങ്ങൾ കാണിരുന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുളം കാണിച്ചു തരാം. കുളം ഇവിടെ അടുത്ത് സെറ്റപ്പ് ഒരു കുളമുണ്ട്. ഇങ്ങനെ നമ്മൾ ആ കുളത്തിലെത്തില്ല, കുളം കാണിച്ചു തരാം. ഇത് സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോതളാട്ടം. ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഒരു വ്ളോഗ് എടുക്കാനുള്ള പ്ലാന്റ് ഇവിടെ ഇട്ടിട്ടുണ്ടോ. നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. ചാടി വില്ലേജ് പരിചയപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കുന്നുണ്ട്. ഈ കാണുന്ന തോടുന്നല്ല, ആ വെള്ളം ഒഴുകി പോകണം കേട്ടോ പാടത്തേക്ക്. അതിനൊക്കെ നമുക്ക് സൈക്കിളാടി പോകാം. ബൈക്കൊക്കെ വണ്ടി വലിയ സീനില്ല. നമുക്കവിടെ നല്ല അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല നൈസ് സ്ഥലമാട്ടത്. എനിക്ക് അത് ഇഷ്ടമുണ്ട്. ഇവിടെ ആ വൈബൊക്കെ നോക്കിങ്ങൾ. ഇപ്പോൾ ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഏത് വൈബ്. ഞാൻ കുട എടുത്തിട്ട് കണക്ക് വയ്യ പഞ്ഞ് വരെ. അതുകൊണ്ടൊക്കെ കുടയൊക്കെ നല്ല സേഫ് ആൻഡ് സെക്യൂറായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ.
അപ്പോൾ ഗൈസ് ഇതാ കൊടയും പിടിച്ച് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ എന്നെ കൃത്യമായിട്ട് കിട്ടുന്നു അറിയില്ല ഇടയ്ക്ക് നോടെ. എന്തായാലും ഇവിടെ നിന്നൊരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പോകട്ടെ. ഇതാക്കുന്നു എൻ്റെ ഒപ്പം വന്നവനെ ഇവിടെ അടിയിൽ നിന്നിട്ട് ആ ഗേറ്റ് അടച്ചിട്ട് ആക്കുക, ആ ഒഴുക്ക് ചട്ടയാൻ. എന്ത് ചെക്കൻ്റെ സ്കീമെന്ന് ഞാൻ അങ്ങനെതാ കുളകം ഇടാ. ഈ മഴ കഴിയുമ്പോൾ വേറെ മൂടാട്ടാ. അങ്ങനെ കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഇനി തിരിക്കാടാ. എന്തായാലും നമ്മളിവിടെ കുറേ നേരം നിൽക്കില്ല. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാൻ ആ ഒരു വൈബിലല്ല വന്നത് നമ്മൾ വെറുതെ ഇവിടെ വന്ന് കാഴ്ചകൾ കാണിക്കുന്ന 4 വീഡിയോ എടുക്കുക തിരിച്ചു പോവുക. ആ ഒരു മൈൻഡിലാണ് കേട്ടോ വന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു മഴക്കോളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടയും കവറൊക്കെ പിടിച്ചു ഇവിടെ ഫോണാണ് ഞാൻ അടിക്കാൻ കയറ്റി. അപ്പോൾ ആ സെറ്റപ്പ് എന്തായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇത് കാണിച്ചു കേട്ടോ. ഇവിടെ നല്ല നൈസായി വെള്ളം ഒഴുകി പോണത്. അതാണ്ട് കുറേയൊക്കെ ഉണ്ട്, കുറച്ച് ഞാൻ അവിടെ എത്തി പാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ എന്തായാലും അങ്ങോട്ട് കുറച്ച് നടക്കട്ടെ. ഞാൻ അപ്പോൾ നമ്മുടെ ചെക്കനെ സൈക്കിളാണ് ഇരിക്കണത്. അവ ഇതുമേ വന്നു അപ്പം പാഞ്ഞ് വരികയായിരുന്നു. ഇതും വേണ്ട മറ്റേ ഡൈനാമോൻ്റെ ആ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ആ ഡൈനാമോ കാണാകുമ്പോൾ അതിൽ മറ്റേ ഫുൾ LED ലൈറ്റ് കത്തിച്ചേക്കാം. അന്ന് കത്തിച്ചടാ സംഭവം ചെക്കെ കത്തിക്കണ കാണിച്ചു തരുമോ. വൈബാണ് സംഭവം. രാത്രി മൂട് തന്നെ ആയിരിക്കും. ഒരു ഇവിടെ വെള്ള ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ നീല ലൈറ്റ്, ഇനി ചുമപ്പ് കാണിച്ചു തരാം. ഇത് ചവിട്ടുമ്പോൾ ശരിക്കും അറിയാം. ഇതിപ്പോൾ അവൻ കൈ കൊണ്ട് ഇറങ്ങണോണ്ടേ. എന്തായാലും സൈക്കിൾ വൈബായിട്ട് ഞാൻ വന്നത് ഇത് എൻ്റെ സൈക്കിൾ വേണ്ട എന്താ എൻ്റെ സൈക്കിൾ അടിക്കണുണ്ട് സെറ്റപ്പ് അടിക്കുന്നുണ്ട്. ചെക്കൻ്റെ സൈക്കിൾ അവിടെ വേറെ വൈബിലിരിക്കുന്നുണ്ട്. അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ മഴ തുറന്നു കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും സൈക്കിൾ എടുത്ത് പാടത്തിൻ്റെ അവിടെ കൂടി കാണിച്ചു തരാം. ഇതാണ് ഞാൻ മറ്റേ പാടത്തേക്ക് വെള്ളം ഒഴുകി പോകണ സെറ്റപ്പില്ല. മറ്റേ തോട് വൈബ് ഉണ്ടെങ്കിലും പക്ഷെ സംഭവം അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. നല്ല രസമിറങ്ങി നമുക്ക് ഇവർക്ക് നോക്കിയിരിക്കുന്നത് ഏത് മൂട്. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കാണ്. പക്ഷേ ഈ പാടത്തിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി കൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സൈക്കിളൊക്കെ വെച്ച് കുറച്ച് വീഡിയോസ് എടുത്ത് തരാം. വാ കിട്ടില്ല വൈബാട്ടെ കഴിച്ചല്ലോ. നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടാവും. പക്ഷെ അന്ന് സൺസെറ്റ് ആയിരുന്നു. ഞാൻ ഫോട്ടോ വേണമെങ്കിൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കാരണം ഇന്നിപ്പോൾ ക്ലൗഡ് ആയിരുന്നു, ഇപ്പോൾ മഴയായിരുന്നു. ഇപ്പോൾ മഴ മാറി സെറ്റായി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലില്ല. വെള്ളം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ പരിപാടി നോക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് കാല് വെള്ളത്തിൽ നനയ്ക്കാം കേട്ടോ. പ്ലാന്റ് കയറ്റി വെച്ചിട്ടൊക്കെ നനയും കേട്ടോ. സൈഡിലൊക്കെ വെള്ളമുണ്ട്, പക്ഷെ അവിടെ വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വെള്ളം കലങ്ങിയാലും ഇല്ലേ ഒഴുക്കുള്ളതുകൊണ്ട് വേഗം തന്നെ ആ കലങ്ങിയതൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് സംഭവം. വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ സുഖമാണ്. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ കലങ്ങിയിട്ട് ഇവിടെ നിന്നൊരു ഇതെടുത്ത് വരുമ്പോഴേക്കും വെള്ളം റെഡി ആവും കേട്ടോ. ഇവിടെ നിന്ന് ആരും വൈബൊക്കെ നോക്കിയിട്ടുണ്ട്. സംഭവം എന്തായാലും സെറ്റ് ലൊക്കേഷനാണ്. ഞങ്ങളുടെ വീട് അവിടെ ചെമ്മണ്ണൂർ അങ്ങാടി ആ ഭാഗത്താണ് ഇങ്ങോട്ട് പോരാട്ടാ. എൻ്റെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് വീഡിയോയും അങ്ങനെ ഫോട്ടോയൊക്കെ ഇടയ്ക്ക് എടുക്കാൻ വരാറുണ്ട് കേട്ടോ. ചെമ്മണ്ണൂർ അങ്ങാടിയിൽ നിന്ന് ഒരു കുരിശാടിയുണ്ട്. കുരിശാടി അപ്പുറത്തുള്ള സൈഡിലുള്ള വഴി നേരെ വന്ന് ഇനി കിട്ടില്ല വൈബുള്ള സ്ഥലത്തേക്കാണോ. ഇവിടെ ഇനി വീടുകളും കാര്യമുള്ളത് കാണാനൊന്നുമില്ല. ഈ ഒരു വൈബ് മാത്രമേ കാണാറുള്ളൂ കേട്ടോ. ഗൈസ് തിരിച്ച് മഴ വന്നു കേട്ടോ. ഞാൻ വേഗം പോയിട്ട് ഓടിപ്പോയിട്ട് എടുത്താടാ കോട. നിൻ്റെ കയ്യാണ് നിങ്ങൾക്ക് എന്താ കാണുന്നത് എനിക്കറിയില്ല. ഞാൻ നീക്കി പിടിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നല്ല വൈബായിട്ട് ഇപ്പോൾ അവിടെ നേരത്തെ എൻ്റെ മോന്തോണ്ടോന്നും അറിയില്ല കേട്ടോ. ഞാൻ വേഗം ഓടിപ്പോയി എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് മഴ പെയ്ത് നമ്മൾ നോക്കിക്കിടന്ന നേരം കൊണ്ടാണ് മഴ പെയ്യണേ കേട്ടോ. നോക്കിയ വൈബാട്ടോ. അതോടെയൊക്കെ ഒരു കാട് വൈബാണ് അവിടെ. അപ്പോൾ അതൊരു വേറെ മൂഡ്. ഇവിടെ നോക്കിയ ഒരു റോഡ് വൈബ് അത് വേറെ. ഇവിടെ അപ്പുറത്തെ ഒരു പാടം വൈബ്. എല്ലാം കൊണ്ടൊരു വൈബ് പിടിച്ച സ്ഥലമാണ്. ഓക്കെ ലൊക്കേഷൻ അവിടെ ഒന്ന് കുളിക്കാൻ വെച്ചാൽ അതൊക്കെ വേറെ വൈബാട്ടോ. മഴ വേണം നേരത്തെ. പിന്നെ വേറൊരു കുളമുണ്ട് ഇവിടെ. അത് ഈ വീഡിയോയ്ക്ക് കുറച്ച് റീച്ചും നമ്മൾ കുറച്ച് പേര് കമൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോ അതിൻ്റെ പേടാം. എന്തായാലും അത്യാവശ്യം നേരം ആയിട്ടാണ് വിചാരിക്കുന്നത്. ഞാൻ 5-6 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് കൊണ്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഞാൻ നൈസായിട്ട് തെറിക്കട്ടെ കേട്ടോ. ഹേയ് പോടാ. അങ്ങനെ ഗൈസ് എൻ്റെ കൂട്ടുകാരനൊരു ചെറിയൊരു അതിമോഹം ആ ഇതിൻ്റെ നടുവിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അവനോട് നോക്കി പൊക്കോളം പറഞ്ഞിട്ടാ. പാമ്പ് അടിച്ചേക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവ അവിടേക്ക് സെറ്റപ്പായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കൈ വെറുതെ ഫോട്ടോ വീഡിയോ ഇവിടെ ചെക്കനെ നടുവേക്ക് എത്തിയിട്ടുണ്ട്. സെറ്റായിട്ട് നടന്നു പോകുന്നുണ്ട് അവൻ. വലിയ റോളാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കട്ടെ. കേസ് അയക്കണണ്ടില്ല അവൻ അവിടെ സെറ്റപ്പായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വൈബിൻ്റെ ഇടയിൽ അവന് നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഫോട്ടോ കൊണ്ട് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവെന്ന് അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. ഈ കണ്ടത്തിൻ്റെ ആൾ കണ്ട് ദപ്പനായിട്ട് അമ്മൊക്കെ ഞാൻ കാണിച്ചത് ദിവനാണ് അതിൻ്റെ കണ്ടത്തിൻ്റെ നടുവേ പോയത്. ഇവിടെ ഇത് വിഷുവാണിയൊക്കെ നടക്കാനുള്ള സ്ഥലമാട്ടത്. ഈ സെയിം സ്ഥലത്താന്ന് തോന്നുന്നു വിഷുവാണൊക്കെ നടക്കാറ്. അപ്പോൾ വിഷുവാണത്തിൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലത്തെ ഇക്കൊല്ലത്തിട്ടില്ല കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി നോക്കിക്കോ. അപ്പോൾ അറിയാം അതിപ്പോൾ അടുത്ത് തന്നെ ഇട്ടുണ്ടാവുക. കാരണം നമ്മൾ അതിനേശം വലിയ വീഡിയോസും ചെയ്തിട്ടില്ല.
അപ്പം അതിനേശം ഒരു തിരിച്ച് വരവാണ് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ വൈൻഡപ്പ് ചെയ്യുന്നു പറയുന്നു. പക്ഷേ ഇതിലൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാടാ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് മറക്കണം നടന്നതാ. ഇവനാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഇത്ര നേരം എൻ്റെ ഒപ്പം നിന്നതിന് അവനൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വ്ളോഗ് കാണാം. അതുവരെയും ബൈ. ഇവൻ ഈ കാണുന്ന ഈ കാണുന്ന മരത്തിൽ നിന്നിട്ടാ, മൽബറിയുടെ മരത്തിൽ നിന്ന് അത് പൊട്ടിച്ചിട്ടുണ്ട് ഒരു സംഭവം. എന്നിട്ട് അതാവും തിന്നെയാണ്. ഞാൻ അങ്ങോട്ട് തിന്നില്ല, ഇടയ്ക്ക് ഇഷ്ടമായില്ല.